ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. അതൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പ്ലാന്റ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കുറച്ച് പേരുടെ ഓർഡർ സ്വീകരിച്ചു, കുറച്ച് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കുറച്ച് പേരുടെ ഓർഡർ സ്വീകരിച്ച് ഇനി അത് അതായത് അത് സെൻഡ് ചെയ്ത് ആ പ്ലാന്റ്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ സേഫായിട്ടും സെക്യൂറായിട്ടും എത്തി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഞാൻ ഓർഡറുകൾ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരാഴ്ചത്തേക്ക് മീൻസ് ആ പ്ലാൻസ് എല്ലാം സേഫായിട്ട് അവരുടെ കൈ കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് മൺഡേയിലേ അയക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇടയ്ക്ക് അവധിയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മണ്ണൊക്കെ മാറ്റി ചെടിയൊക്കെ അയക്കുന്ന സമയത്ത് ചെടികൾ നമ്മളെപ്പോലെ കുറച്ച് സ്ട്രെസ് അവർക്കും ഉണ്ടാകും. അതുപോലെ ചൂട് സമയമൊക്കെ അല്ലേ, അപ്പം കുറേശ്ശെ ഞാൻ സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികളേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാനൊരു ചെടി നട്ട് അതിൽ നിന്നൊരു 4 തൈ വന്നാൽ ആ 4 തൈ ഞാൻ മാറ്റി നടും. അപ്പം എൻ്റെ കയ്യിൽ അത്രയും ഉള്ളൂ. അതും ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം, ചെടികൾ കൈ കിട്ടിയാൽ അത് ഉടൻ തന്നെ നന്നായിട്ട് അതിനെ കെയർ ചെയ്യണം. അത് നട്ട് അതിനെ ശ്രദ്ധയോടെ പരിപാലിക്കണം. എന്നാൽ മാത്രമേ ഏത് പ്ലാന്റ്സ് ആയാലും അത് നട്ട് നല്ല രീതിയിൽ കെയർ കൊടുത്താലേ അത് നന്നായിട്ട് വരത്തുള്ളൂ. പിന്നെ നട്ട് തണലത്ത് മാത്രമേ വെക്കാവൂ. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ ആ പുതിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടും. അതുവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞു മക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വെറുതെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ച്, നമ്മൾ ഈ വാങ്ങുന്ന ഏത് അഗ്ലോണിമകളോ അല്ലെങ്കിൽ ഏത് ചെടികളായാലും ഇങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്നിടത്തൊക്കെ ആണെങ്കിലേ ഇലകളെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കണം. ഏത് അഗ്ലോണിമയായാലും, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള അഗ്ലോണിമയായാൽ പോലും വെയിലത്ത് നിന്ന് മാറ്റി വയ്ക്കണം. 2 നേരവും നനയും വേണം, നനച്ചു കൊടുക്കാൻ വേണം 2 നേരം. ഈ ചെടി കൃഷി അല്ലെങ്കിൽ ചെടി നടുക എന്ന് പറയുന്നത് എൻ്റെ ഹോബി മാത്രമാണ്. പലർക്കും ഹോബികളുണ്ടാകും. ഇപ്പം എനിക്ക് ഹോബി മാത്രമല്ല, ഒരു ഭ്രാന്ത് പോലെ. ഈ പെറ്റൂണിയ ഞാൻ കഴിഞ്ഞൊരു ദിവസം വാങ്ങിയൊരു പെറ്റൂണിയാണ്. ഇങ്ങനെ വാങ്ങും, കുറേ നട്ടിട്ട് കുറച്ചൊക്കെ പിടിക്കും, ചിലതൊക്കെ ചീഞ്ഞു പോകും. അത് എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഈയിടെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കുറച്ച് ചൈനീസ് ബോൾസത്തിൻ്റെ വിത്ത് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അതിൽ കിട്ടിയ ഒരു ചെടിയാണിത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പിടിച്ചതെല്ലാം ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയൊന്നും പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ചൈനീസ് ബോൾസം വെറൈറ്റി കളേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്കൊന്ന് ഓർഡർ ചെയ്ത് വരുത്തണം. പിന്നെ ഞാൻ കഴിഞ്ഞൊരു ദിവസം കാണിച്ചൊരു പെറ്റൂണിയ എനിക്ക് 2 പൂക്കളിന്ന് വിടർന്നു. പക്ഷേ രണ്ടാമത്തെ പൂ എടുക്കാൻ പറ്റിയില്ല. അത് വിടർന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത് വിടർന്നിരുന്നത് കുറച്ച് ഇന്നലെ എടുത്ത വീഡിയോ. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഗിവ് അവേ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഉള്ള ഗിവ് അവേയിൽ അതിൻ്റെ ഒരു തൈ കൊടുക്കാമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. അതിന് 3-4 തൈ നട്ടിട്ടുണ്ട്, അതെല്ലാം പിടിക്കുമായിരിക്കും. ഇനി കുറച്ച് വിൻഗ കളക്ഷൻസ് കുറച്ച് കളക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഈ ചെടികൾക്കൊക്കെ ജീവനുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. നമ്മൾ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ വെള്ളം ഒഴിപ്പിച്ചിട്ട് നമ്മൾ മാറി നിന്നാൽ ഈ ചെടികൾക്കൊരു ഉഷാറുണ്ടാകത്തില്ല. ഇതൊരു ഫ്ലോക്സ് അങ്ങനൊരു പ്ലാന്റാണ്, പൂ പിടിക്കുന്നത്. ഞാൻ വിത്തിട്ട് പാകിയതാണ് ഈ പെറ്റൂണിയും. പക്ഷേ ഇതൊന്നും അത്ര നല്ല വെറൈറ്റി അല്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇതൊരു ഹൈബ്രിഡിൻ്റെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന സൈസാണെന്ന് തോന്നുന്നു. ഈ വിങ്കായി ഞാൻ വിത്ത് ഹരിതം ബയോ പാർക്ക് അങ്ങനെ ഒരു ഫേസ്ബുക്കിൽ നിന്നോ മറ്റോ കിട്ടിയൊരു അക്കൗണ്ട്, അവരുടെ നമ്പർ കളക്ട് ചെയ്ത് വാങ്ങി പാകിയതാണ്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിൽ ഇതെല്ലാം കിളിർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊടിച്ച് വരുമ്പോൾ ഏത് കളറാണെന്നൊക്കെ അറിയാം. കളറൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചേക്കുക. ഒരുപാട് ചാനലുകളിൽ ഇപ്പോൾ ഇങ്ങനെ ഈ വിങ്ക റോസ് സെയിലിന് കാണുന്നുണ്ട്. ഞാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനിയും കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നട്ടൊരു പ്ലാന്റാണ്. ഞാനിത് ഇന്നലെയായി ഈ വീഡിയോ എടുത്തു കേട്ടോ. ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ ഈ പ്ലാന്റ് പോയിട്ടുണ്ട്, എൻ്റെ തല പൊടിച്ച് നട്ടത്. ഇത് ഞാൻ ഹാങ്ങിങ് വിങ്കായ, പക്ഷേ ഹാങ് ചെയ്തിട്ടില്ല, തറയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതൊന്നുകൂടെയൊക്കെ ശരിയാക്കണം, സമയത്തിൻ്റെ ഒരു കുറവുണ്ടായത് കൊണ്ടാണ്. ഇതൊരു നാടൻ വെറൈറ്റി വിങ്ക, വെറും നാടൻ, തനി നാടൻ.
പക്ഷേ ഈ വീഡിയോ ഇത്രയും കേട്ടുകൊണ്ടിരുന്നവർ എന്തായാലും ഒരു ചെടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് ചെടി ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ ഗാർഡനിലെ ചെടികളിൽ അധികം വരുമ്പോഴാണ് ഞാനിങ്ങനെ സെയിലിന് വെക്കുന്നത്. ചെറിയ രീതിയിൽ, ഞാനൊരു പ്രൊഫഷണൽ സെല്ലറൊന്നും അല്ല. ചെറിയ രീതിയിൽ അധികം വന്ന ചെടികൾ സെല്ല് ചെയ്യുന്നു. അതിൽ നിന്ന് സെല്ല് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത ചെടികൾ വാങ്ങുന്നു. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ വാങ്ങിയൊരു വിങ്കായ, പക്ഷെ ഇതൊന്നും മാറ്റി നടാനുള്ള സാവകാശം കിട്ടുന്നില്ല. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വീട് പണി നടക്കുന്നു. വീട് പണി നടക്കുമ്പോഴത്തേക്കും പണിക്കാർ പോകണമെങ്കിൽ വൈകുന്നേരം 6 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്കും നേരം ഏകദേശം ഒരു ഇരുട്ടുന്ന ഒരു പരുവാകും. പിന്നെ പുറത്തോട്ടിറങ്ങി അധികം സമയം കിട്ടത്തില്ല. ചെടി നനയ്ക്കാനുള്ള സമയം കിട്ടും. പിന്നെ ഈ ഓർഡറുകൾ കുറച്ച് എടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, അതെനിക്ക് സ്ട്രെസ്സാണ്. അതിന് എടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു സമാധാനമുള്ളൂ. മൺഡേയിലല്ലേ ഇനി സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൺഡേ രാവിലെ എല്ലാം ക്ലിയർ ചെയ്യണം. ഓർഡർ എടുത്തേക്കുന്നതിൻ്റെ എല്ലാവർക്കും കൊടുത്ത് സെറ്റാക്കണം. ഇത് ഞാൻ നട്ട ചീരയാണ്. എന്തോ വളാത്താങ്കര ചീരയെന്നും പറഞ്ഞ് നട്ടതാണ്. ഇനി എനിക്കൊരാഗ്രഹമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് നാടൻ റോസകൾ സംഘടിപ്പിക്കണം. പണ്ടത്തെ സ്റ്റാർ റോസ അത് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് സാധാരണ 2 പനിനീർ റോസ ഉണ്ടല്ലോ, അതും ഉണ്ട്. പിന്നെ ആ ചുവപ്പ് റോസ, ആ 3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വെള്ള റോസ, അങ്ങനെയുള്ള കുറച്ച് റോസയുടെ തൈകൾ കൂടെ ഒപ്പിക്കണം. അപ്പം നാടൻ റോസ് സെയിൽ ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ആ 3 വെറൈറ്റി ഒഴിച്ച് വൈറ്റോ യെല്ലോയോ ഏത് വെറൈറ്റിയല്ല നാടൻ വെറൈറ്റി സെയിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഒന്ന് മെസ്സേജ് ഇടിയോ, അല്ലെങ്കിൽ ഞാനൊരു നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതുവഴി ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ. എനിക്ക് വാങ്ങാനാണ്. അതുപോലെ ഈ ഒരു പെറ്റൂണിയുടെ ബാക്കി കളറുകൾ വേറെ ഏത് കളറുണ്ടെങ്കിലും, വെള്ളയുണ്ടെങ്കിലും വയലറ്റ് വേണ്ട, വേറെ കളറുകളുണ്ടെങ്കിൽ അതും ഒന്ന് മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാൽ എനിക്കത് വാങ്ങാനായിരുന്നു. കുറേ ചെടികളൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴത്തേനും മൊത്തം പൂക്കൾ പിടിക്കുന്ന ചെടികൾ മാത്രം ആക്കാൻ പോവുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ വെയിറ്റ് ലോസും ഈ ചെടി ഗാർഡനിങ്ങും കൂടെ തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട്. വെയിറ്റ് ലോസും മെൻ്റൽ ഹെൽത്തും. കാരണം നമ്മൾ എത്രത്തോളം ചെടികളുമായിട്ട് ഇടപെടുന്നു, നമ്മളിങ്ങനെ ഓരോ ചെടിച്ചട്ടികളൊക്കെ പറക്കി മാറ്റുകയും ചെടി നടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എനർജി കുറച്ചുകൂടെ ആവും. നമ്മൾ കുറച്ചുകൂടെ മെൻ്റലി ഒന്ന് റിഫ്രഷ്ഡ് ആവും. പുറത്തിറങ്ങി ചെടിയും ഈ കാലാവസ്ഥയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കര മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഉപദേശിച്ച് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് ചെടികളുമൊക്കെ പൂക്കളുമൊക്കെ ഒന്ന് പരിചരിച്ച് നോക്ക് എന്ന് പറയാം. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഗിവ് അവേ ആണ്. 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ ഗിവ് അവേ ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആ ചെടി തന്നെ ഗിവ് അവേ പെറ്റൂണി തന്നെ നമുക്ക് ഗിവ് അവേ വയ്ക്കാം. പിന്നെ അതുപോലെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ കഴിഞ്ഞ ഗിവ് അവേയിൽ അതിനകത്ത് ഒരാൾക്ക് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടില്ല. അയാൾക്ക് വേണ്ടുന്ന ചെടികൾ, ഞാൻ ഉദ്ദേശിച്ച ചെടികളല്ല ആൾക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആൾക്ക് ഇഷ്ടമുള്ളത് 2 ചെടികൾ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ പൂവില്ല. അപ്പോൾ പൂ വരുമ്പോഴത്തേക്കും അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്കത് കൊടുക്കാം. ഇത് പറഞ്ഞിട്ടുണ്ട്. അയാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ആൾക്ക് ഗിവ് അവേ കൊടുക്കുന്ന കാര്യം എൻ്റെ മൈൻഡിലുണ്ട്, മറന്നിട്ടില്ല. ഡബിൾ പെറ്റലിൻ്റെ ഒടിച്ച് കുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പിടിക്കുമെന്ന് ഒറ്റ ഉറപ്പുമില്ല. പക്ഷേ ചെറിയതായിട്ട് തലപ്പൊന്ന് ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സർ പ്ലാന്റ് ഒത്തിരി പേർക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഒരുപാടുണ്ടായിരുന്നു.